ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലോങ് റൈഡിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കരുതിയിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. അതായത് നമ്മൾ ലോങ് റൈഡിന് ഏത് ബൈക്ക് ആയിക്കോട്ടെ പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സർവീസ് സെൻറ്ററിൽ കാണിച്ച് വണ്ടി ഫിറ്റാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇതേത് ബിൽഡിങ്ങാണ്? കിയയുടെ സർവീസ് സെൻ്ററാണ്. അപ്പോൾ സർവീസ് സെൻ്റർ അല്ല, മാനുഫാക്ചറിങ് യൂണിറ്റാണ് കിയ. മുമ്പ് കിലോമീറ്റർ കണക്കിനൊക്കെ അവിടെ എല്ലാം വണ്ടികൾ അടുക്കിയിട്ടേക്കുന്നു. മുമ്പ് ഇത് എത്തുമാത്രം വണ്ടികൾ ഇഷ്ടം പോലെ. പ്രദേശം മൊത്തം കിയയാണ്. അടിപൊളി. അടിപൊളി. നമ്മൾ ലോങ് റൈഡ് പോകുമ്പോൾ വണ്ടിയുടെ കൺസ്യൂമബിൾസ് ആയിട്ടുള്ള എൻജിൻ ഓയിൽ, ബ്രേക്ക് പാഡ്, ഇതിൻ്റെ എല്ലാം ലെവൽ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മൾ കയ്യിൽ എടുത്തിരിക്കുകയും വേണം കുറച്ച് ഓയിൽ. കാരണം ഓയിൽ ലോങ് റൈഡിൽ പെട്ടെന്ന് കത്തിപ്പോകും. എല്ലാ ദിവസവും നമ്മൾ റൈഡിന് മുമ്പ് ഓയിൽ ലെവൽ നോക്കണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മിനിമത്തിനും മാക്സിമത്തിനും ഇടയിലാണെന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെയല്ല. ഓയിൽ എപ്പോഴും മാക്സിൽ തന്നെ നിർത്തണം. മിനിമം അതിൻ്റെ ഇടയിലോട്ട് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങരുത്, പണി കിട്ടും. എപ്പോഴും ഓയിൽ മാക്സ് ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. മിനിമത്തിന് താഴെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ അത് ഓയിലിൻ്റെ കാര്യം. അതുകൊണ്ട് നമ്മൾ കയ്യിൽ ഓയിൽ എടുത്തിരിക്കണം, അത് മസ്റ്റാണ്. പിന്നെ ബ്രേക്ക് പാഡ്, നമ്മൾ എത്ര കിലോമീറ്ററാണോ വണ്ടി ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ദൂരം ആ പാഡ് നിൽക്കുമോ എന്നുള്ളത് സർവീസ് സെൻറ്ററിലോട്ട് ചോദിച്ച് അവരുടെ നിന്ന് ഉറപ്പ് വാങ്ങിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മാറണം. അതുപോലെ തന്നെ ചെയിൻ സ്പ്രോക്കറ്റ് ഇതൊക്കെ മാറണം. പിന്നെ ടയർ പ്രഷർ, ടയറിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് നോക്കണം. ഗ്രിപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ, അതിന് ലൈഫ് എത്ര ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യണം. അതിൻ്റെ പ്രഷർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. കയ്യിലെപ്പോഴും ഒരു ഫ്യൂവലല്ല, എയർ ഇൻഫ്ലേറ്റർ ഉണ്ടല്ലോ, പോർട്ടബിളായിട്ടുള്ള. ഇപ്പോൾ MIയുടെ ഒക്കെ കിട്ടും, മിഷ്ലിൻ്റെ കിട്ടും. ഏതെങ്കിലും മേടിച്ച് വയ്ക്കുക. അതുപോലെ ടയർ പ്രഷർ ചെക്ക് ചെയ്യുന്ന ഒരു ഗാഡ്ജറ്റോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും മേടിച്ച് വയ്ക്കുക. അതും ആവശ്യം വരും. എപ്പോഴാണ് ആവശ്യമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. പിന്നെ വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള മെയിൻ്റനൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ ടൂൾസ്, മാക്സിമം ടൂൾസ്. നമ്മൾ സ്റ്റോക്കായിട്ട് കിട്ടുന്ന ടൂൾസിനകത്ത് എല്ലാം ഉണ്ടാവില്ല. നമ്മളതിനെ കസ്റ്റം ചെയ്ത് കുറച്ച് ആവശ്യമുള്ള ടൂൾസ് എടുക്കണം. ചെയിൻ ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ചെയിൻ നമുക്ക് ലൂബ് ചെയ്ത് ഓടിക്കാം. എല്ലാ 1000 കിലോമീറ്ററിലും റൈഡിനിടയിൽ ചെയിൻ ലൂബ് അടിക്കണം. നമ്മളുകൊണ്ട് ചെയിൻ ലൂബ് കയ്യിൽ കരുതിയിരിക്കണം. ചെയിൻ ക്ലീൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ചെയിൻ ക്ലീൻ ചെയ്യണമെന്ന് അത് നിർബന്ധമൊന്നുമില്ല. ലൂബ് അടിച്ച് ഓടിയാൽ മതി. കാര്യം നമ്മളൊരു ലോങ് റൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ റൈഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ചെയിനൊക്കെ ഒരുമാതിരി ഇരിക്കും. അപ്പോഴേക്കും നമ്മൾ ചെയിൻ റിമൂവ് ചെയ്യാമല്ലോ, മാറ്റാമല്ലോ. അല്ലാതെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെയിനെല്ലാം ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്ത് നോക്കണം. സ്റ്റോക്ക് ചെയിൻ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കണം, ലൂബ് ചെയ്ത് ഓടിച്ചാൽ മതി. അതുകൊണ്ടൊരു ചെയിൻ ലൂബ് നമ്മൾ കരുതണം. 1000 കിലോമീറ്ററിൽ ലൂബ് അടിച്ചു കഴിഞ്ഞാൽ ചെയിൻ അത്രയും ലൈഫായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വണ്ടിക്ക് വേണ്ടിയുള്ള ഒരു സംഭവം. വണ്ടി സർവീസ് സെൻറ്ററിൽ പ്രോപ്പറായിട്ട് കാണിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ അധികം പണിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയാത്തത്. ഈ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഫിസിക്കലി നമ്മളെങ്ങനെ പ്രിപ്പയർ ആവുന്നുള്ളതാണ്. ഫിസിക്കലിയും അധികം ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. ഈ റൈഡെന്ന് പറയുന്നത്, ലോങ് ഡിസ്റ്റൻസ് റൈഡിങ് എന്ന് പറയുന്നത് നമുക്ക് എത്ര മസിലുണ്ട് എന്ന ഒരു കാര്യമില്ല. അത് സ്റ്റാമിന, കോൺസെൻട്രേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എത്ര ലോങ് ഡിസ്റ്റൻസ് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എൻഡ്യൂറൻസ് എന്ന് പറയും. അത് എൻഡ്യൂറൻസ് കുറവുള്ള ആൾക്കാർക്ക് എൻഡ്യൂറൻസ് കൂട്ടുന്നതിനുള്ള എക്സസൈസൊക്കെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നോർമലി അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല. വണ്ടി എടുക്കുക, റൈഡ് ചെയ്യുക, അത് തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുന്നിടയിൽ മസിൽ പിടിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ മാത്രം ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ മൂവ് ആവാത്ത പല ബോഡി പാർട്സും മൂവ് ആവും റൈഡ് സമയത്ത്. വണ്ടിക്കകത്ത് കയറുമ്പോൾ പോലും. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വണ്ടി എടുക്കുന്നതിന് മുമ്പേ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ചെറിയൊരു ജോഗൊക്കെ ചെയ്തിട്ട് കയറാം. പിന്നെ നമ്മൾ അധികം ഫുഡൊന്നും വലിച്ചു വാരി കഴിക്കാതിരിക്കുക. അത് എല്ലാവർക്കും ബാധകമാണ്. വയറ്, അതായത് വിശന്നിരുന്നിട്ട് ഓടിക്കുന്ന ആളാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വണ്ടി ഓടിക്കുന്നത്. കോൺസെൻട്രേഷൻ അവർക്ക് ഒരിക്കലും കൂടുതലായിരിക്കും, അവർക്ക് എപ്പോഴും കൂടുതലായിരിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു മന്ദതയാണ്, ഒരുമാതിരി ഇപ്പം എത്തും, തീരുന്നില്ലല്ലോ എന്നുള്ളൊരു വല്ലാത്തൊരു മടുപ്പിയിലാണ് ഫുഡ് വയറ് നിറച്ച് കഴിച്ച് കഴിഞ്ഞാൽ.
ഞാൻ റൈഡ് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ ഒന്നും കഴിക്കാറില്ല. രാത്രി സ്റ്റേ അടിക്കുമ്പോൾ കഴിക്കുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് വെള്ളം കുടിക്കും, വെള്ളം ധാരാളം കുടിക്കണം. ഞാൻ നമ്മുടെ ഹൈഡ്രേഷൻ ബ്ലാഡർ ഇട്ടിട്ടുണ്ട്. ദാഹിക്കുന്ന സമയത്ത് വണ്ടി നിർത്തിയിട്ട് നല്ലപോലെ വെള്ളം കുടിക്കും, എന്നിട്ട് പിന്നെയും വണ്ടി ഓടിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു റൈഡിങ് രീതി. ഒരു 100-200 കിലോമീറ്ററിൽ ഇറങ്ങിയിട്ട് സ്ട്രെച്ച് ചെയ്യും. പിന്നെ ഫ്രീക്വൻറ്റ് സ്റ്റോപ്പിൻ്റെ ആവശ്യമൊന്നും അധികം ഇല്ല, 100-ലൊന്നും നിർത്തണ്ട. അല്ലെങ്കിൽ ഫ്യൂവൽ പമ്പിൽ, എല്ലാ ഫ്യൂവൽ പമ്പിലും ഇറങ്ങി സ്ട്രെച്ച് ചെയ്താൽ മതിയാവും. അതാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ. പിന്നെ സ്റ്റേ അടിക്കുന്ന കാര്യം നമ്മൾ അതിനെപ്പറ്റി അധികമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. റോഡിൽ ഹൈവേ ആണ് നമ്മൾ എപ്പോഴും ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഹോട്ടൽസ് റോഡ് സൈഡിലൊക്കെ ഉണ്ടാകും. ഏതെങ്കിലും ജംഗ്ഷനിൽ ചെന്നിട്ട് വെറുതെ ആ ഒരു ഓയോയോ മറ്റേ കുറേ ഉണ്ടല്ലോ, ഒരുപാട് അഗോഡയോ Booking.com ഏതെങ്കിലും എടുത്ത് നിയർ അക്കോമഡേഷൻ നിയർ മീ എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോൾ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരും. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചില സമയങ്ങളത് കാണിക്കാതെ ഇരിക്കും. ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്, ഗ്രാമം പോലത്തെ സ്ഥലങ്ങളാണെങ്കിൽ ബോർഡ് കാണും എവിടെയെങ്കിലും, ഇല്ലെങ്കിൽ ഏതെങ്കിലും പമ്പിലോ എവിടെയെങ്കിലും ചോദിച്ചാൽ മതി ഇവിടെ എവിടെയെങ്കിലും അക്കോമഡേഷൻ ഉണ്ടോ എന്ന് അവർ കാണിച്ചു തരും. അതുകൊണ്ട് അക്കോമഡേഷൻ ഒന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പോഴത്തെ കാലത്തും ഒരു 500-600 രൂപയ്ക്കൊക്കെ റൂമൊക്കെ കിട്ടും കേട്ടോ. ഞാൻ ഇന്നലെ താമസിച്ച 600 രൂപയ്ക്കുള്ള ഇവിടെ ആയിരുന്നു. അത് സോളോ റൈഡ് ചെയ്യുന്ന ആൾക്ക് ഒന്നും നോക്കണ്ട, ലാവിഷാണ് അതൊക്കെ. ഒരു രാത്രിയിലത്തെ കേസല്ലേ ഉള്ളൂ. അതൊക്കെ ലക്ഷറിയിലോട്ടൊന്നും പോകാതിരിക്കുക. പിന്നെ യാത്രയുടെ സമയത്തെല്ലാം നോൺ വെജ് കഴിക്കാൻ ഒഴിവാക്കുക. കഴിവതും വെജ് തന്നെ കഴിക്കുക. പിന്നെ അത് ഈ മെക്ഡൊണാൾഡ്സ്, KFC അങ്ങനെയൊക്കെയുള്ള സിറ്റിയിലൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ളതൊക്കെ കണ്ട് അവിടെ നിന്നൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ചെറിയ ചെറിയ കടകളിൽ കയറിയിട്ട് നോൺ വെജ് കഴിക്കുന്നത് പാടെ ഒഴിവാക്കുക. അത് ഒട്ടും പ്രിഫർ ചെയ്യുന്നില്ല. വെജ് എവിടെ ചെന്നാലും കഴിക്കാം. കേരളം വിട്ട് എവിടെ ചെന്നാലും വെജ് കഴിക്കാം, നോൺ വെജ് കഴിക്കരുത്. കേരളത്തിൽ നോൺ വെജ് കഴിക്കുന്നത് പോലെ പുറത്തിറങ്ങി നോൺ വെജ് കഴിച്ചാൽ വയർ പണി കിട്ടും. എല്ലായിടത്തും കിട്ടിയെന്ന് വരില്ല, പക്ഷേ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് നല്ലത്. ഓക്കെ, അതാണ് നമ്മുടെ ഫുഡിൻ്റെയൊക്കെ ഉള്ളത്. പിന്നെ രാത്രി റൈഡ് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. ലോങ് ഡിസ്റ്റൻസ് റൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും നേരത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും റൈഡ് സ്റ്റോപ്പ് ചെയ്ത് എവിടെയെങ്കിലും റൂമിൽ കയറണം. നമ്മളൊരു വെളുപ്പിനെ ഒരു 6 മണിയോ 7 മണിയോ 5 മണിക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ല. രാവിലെ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിക്കോ. നേരം പരവരാ വിളിക്കുന്ന സമയത്ത് ഹൈവേ ഭയങ്കര രസമാണ് ഓടിക്കാൻ. അല്ലാതെ രാത്രി ഇരുന്നുകൊണ്ട് ഉറങ്ങാതിരുന്ന് ബൈക്ക് ഓടിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നമുക്ക് ഓടിക്കാം. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് തോന്നിയാൽ ഇന്ന് നമുക്ക് 2000 കിലോമീറ്റർ ക്രോസ് ചെയ്യാം ഒരു 24 ഹവറിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ എത്താൻ പറ്റുമെന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ അതൊരിക്കലും പ്രിഫറബിൾ അല്ല. അതെല്ലാം നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നല്ല ലൈറ്റൊക്കെ വണ്ടിയിൽ വേണം കേട്ടോ. ഇല്ലെങ്കിൽ ഹൈവേ ഇതുണ്ട്, ഈ ഹൈവേ ബാംഗ്ലൂർ അങ്ങോട്ട് ബാംഗ്ലൂർ കഴിഞ്ഞിട്ടുള്ള ഈ ഹൈവേ, ഓപ്പൺ ഹൈവേയിൽ ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഒരു പോസ്റ്റോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ രാത്രി റൈഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ലൈറ്റ് മസ്റ്റാണ്. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയുടെ ലൈറ്റുകളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകേണ്ടി വരും. നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് ലൈറ്റ് എന്ന് പറയുന്നത് അങ്ങൊന്നും ബീം എത്തൂല. അതിപ്പം വളരെ പയ്യെ പോകേണ്ടി വരും. ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക, പെയിൻ്റ് മറന്നുമല്ലോ, ബാജയുടെ S2 Pro ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. 2 ഫോഗോടെ ഇരിപ്പുണ്ട്, സ്പോട്ടും സ്പ്രെഡും ഉണ്ട്. കീട്ടിലുമാണ്. രാത്രി പകലാക്കിയാണ് പോകുന്നത്. ആടെ കണ്ണിലടിക്കില്ല. ഞാൻ നേരെ റോഡിലാണ് ആംഗിൾ തിരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് റോഡ് ഇത്രയും ഫുള്ള് നല്ല ട്യൂബ് ലൈറ്റ് ഇട്ട പോലെ ഇരിക്കും. അപ്പം അങ്ങനെയൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം രാത്രി റൈഡ് ചെയ്യാൻ ഇറങ്ങുക. അതുകൊണ്ട് ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റില്ല, യാതൊന്നുമില്ല, നമ്മളും വണ്ടിയും മാത്രം. പിന്നെ വേറൊന്നും എടുത്ത് പറയാനുള്ളത്, ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് ഇവിടെ ഒന്നുമില്ല. ബാംഗ്ലൂർ വിട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് ഹൈദരാബാദ് എത്തുന്നവരെ വളരെ റെയറാണ്. 1-2 സൈഡിലൊക്കെ ഉണ്ട്, അതൊന്നും വർക്കിങ്ങുമല്ല. ബാക്കി എല്ലാ പമ്പുകളും ഉണ്ട് കേട്ടോ, എല്ലാം വർക്കിങ്ങാണ്. ഷെല്ലൊക്കെ ഉണ്ട്, ഷെല്ലിൻ്റെ പമ്പുണ്ട്. ഇപ്പോൾ നായര ജിയോയുടെ ഒരു പമ്പ് ഞാൻ കണ്ടായിരുന്നു, അവിടെ കയറിയായിരുന്നു. അങ്ങനെ ഒരുപാട് വേറെ പമ്പുകളല്ല, HP, മറ്റേ ഭാരത് പെട്രോളിയം എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് വളരെ കുറച്ചുണ്ട്. അതിൽ എനിക്കിടയ്ക്ക് പണി കിട്ടിപ്പോയി. അതായത് ഞാൻ ഇന്ത്യൻ ഓയിലിൻ്റെ മറ്റേ പോയിൻ്റ് കിട്ടുമല്ലോ, പോയിൻ്റ് ആഡ് ചെയ്യണം എന്നുള്ള വിചാരത്തിൽ ഞാൻ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ മാത്രം പെട്രോൾ അടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇതിനകത്ത് നോക്കിയപ്പം ഫ്യൂവൽ റേഞ്ച് എന്ന് പറയുന്നത് 10 എത്തി, ലെസ് ദാൻ 10. പിന്നെ അവിടെ കണ്ട ഒരു
ഭാരത് പെട്രോളിയത്തിൽ കയറി ഫ്യൂൽ ചെയ്തു. എന്നിട്ട് ഇതുവരെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് കണ്ടില്ല, കുറേ ദൂരമായി. അയ്യോ, ഞാനിപ്പോൾ വേറെ എന്തൊക്കെയോ പറഞ്ഞത്. ഇതാണ് ഒറ്റയ്ക്കിങ്ങനെ റൈഡ് ചെയ്യുന്നതുള്ള കുഴപ്പം. ഇതാണ് നമ്മളിങ്ങനെ. പിന്നെ അത് മാത്രമല്ല ബ്രോസ്, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് റോഡ് എപ്പോഴും നമുക്ക് ഒരുമാതിരി കുറച്ച് ഓടിക്കുമ്പോൾ ഉറക്കമൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്ലോയിൽ ഓടിക്കുക, ബോറടിക്കുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടുക. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ നമുക്കിനി പിന്നെ കാണാം.